പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടി ദൈവത്തോട് ദാനമായി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ സഹോദരന്മാർക്കും ക്രിസ്തുവിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കഴിവതും ഈ വാട്സാപ്പിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും അതുപോലെ യൂട്യൂബിൽ കൂടിയും ലഭിക്കുന്നതായ ഈ വാട്സാപ്പ് സന്ദേശം മറ്റുള്ളവരുടെ കരങ്ങളിലും എത്തിക്കുക. നിങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാം വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും കൊണ്ടിരിക്കുന്ന വിഷയം അല്ലലില്ലാത്ത ജീവിതം, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ലാളിത്യത്തിൻ്റെ ഭാഗമായി കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്ന വേദശകലങ്ങളിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വേദഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അതിൻ്റെ ഒടുവിലത്തെ ചില ഭാഗങ്ങൾ കൂടി നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. 2 യജമാനന്മാരെ സേവിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ചും മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമനെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ല. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, നാം ഏതിനെ സ്നേഹിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ യജമാനൻ എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് 2 യജമാനന്മാരെ സേവിക്കുവാനും ജീവിതത്തിലെ സുഖസൗകര്യങ്ങളോടൊപ്പം ദൈവത്തെ സ്നേഹിക്കുവാൻ നാം ബോധപൂർവം ആഗ്രഹിക്കുകയും നാം ദൈവത്തെ പകയ്ക്കുന്നു എന്ന് ആരെങ്കിലും നമ്മെക്കുറിച്ച് പറഞ്ഞാൽ ആ അഭിപ്രായത്തെ വളരെ കോപത്തോടു കൂടി നാം അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തെ നാം എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യണം. എന്നാൽ ദൈവത്തോടും ലോകത്തോടുമുള്ള സ്നേഹത്തെ ഒന്നിച്ചു കൊണ്ടുപോകുവാൻ നാം പരിശ്രമിക്കുന്നത് വഴി ദൈവത്തോടുള്ള സ്നേഹം നമുക്ക് വെറുപ്പായി മാറുന്നു. അപ്പോൾ നമ്മുടെ ഏക ലക്ഷ്യബോധം നഷ്ടമായി മാറുകയാണ്. നമ്മുടെ ഹൃദയം യേശുവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടകന്ന് ബോധപൂർവമായി നാം പുലർത്തുവരുന്ന ആഗ്രഹങ്ങൾക്ക് ഈ നിലപാടിൻ്റെ അനിവാര്യമായ പ്രത്യാഘാതത്തെ മാറ്റുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളാണെങ്കിൽ നിങ്ങൾക്ക് 2 യജമാനന്മാരെ സേവിക്കുവാൻ അസാധ്യമായ കാര്യങ്ങളാകുന്നു എന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്നും ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. ആകാശത്തിലെ പറവുകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഒട്ടും വിശേഷമുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ അതിൻ്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരിക്കുന്നതും എന്ത് എന്ന് ഇവിടെ ചോദിക്കുകയാണ്. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നോൽക്കുന്നില്ല. എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും അവന് ഒന്നിനോട് ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്ര അധികം. ആകയാൽ നാം എന്തു തിന്നും എന്തു കുടിക്കും എന്തുടുക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടാതെ ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ നീതിയും രാജ്യവും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതതു ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് ആവശ്യമില്ല. കാരണം ശിഷ്യന്മാരെ പോഷിപ്പിക്കുവാൻ എനിക്ക് കഴിയും എന്ന് യേശു തൻ്റെ സൃഷ്ടിജാലങ്ങളിൽ നിന്നും ഉദാഹരണം എടുത്തു പറഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്. അതുകൊണ്ട് ഈ സസ്യജാലങ്ങളെയൊക്കെ ഞാൻ അവിടുന്ന് പുലർത്തുന്നത് പോലെ തന്നെ നിങ്ങളെയും ശക്തമായ നിലകളിൽ പുലർത്തുവാൻ എനിക്ക് കഴിയുമെന്ന് ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാരോട് അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആകുല ചിത്തരായി
മാറാതിരിക്കുക. ഭൗതിക സമ്പാദ്യങ്ങൾ കണ്ട് നമ്മുടെ കണ്ണ് അഞ്ചിച്ചു പോകാതെ അവ നമുക്ക് സുരക്ഷിതത്വമാകുന്ന നിലയിലുള്ള വിടുതലും പ്രദാനം ചെയ്യുമെന്ന് മിഥ്യാധാരണയാണ് നമ്മളെ സമ്പത്തിന് മുമ്പിൽ അഹങ്കാരികളാക്കി മാറ്റുന്നത്. ഇപ്പോഴും ആഗ്രഹചിന്തയോടുകൂടി ഉറവിടം ഈ ഭൗതിക വസ്തുക്കൾ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ അവയിൽ ഉറച്ചു നിർത്തിയാൽ ദുർവ്യാപകമായ ആകുലതയ്ക്കും അതിൻ്റെ അനന്തരമായ ഫലങ്ങൾക്കുമായിരിക്കും അതിൻ്റെ മുന്നോട്ടുള്ള നമ്മുടെ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ആകുല ചിന്തകൾ വെടിയുക, ആകുലമായ നിരാശകൾ മാറട്ടെ. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ചില ആകുല ചിന്തകൾ, ഭൗതിക നിലയോടുള്ള ബന്ധത്തിലുള്ള ചില ആകുല ചിന്തകൾ മാറി പരിപൂർണമായി ദൈവത്തെങ്കിലേക്ക് ആശ്രയിച്ചു കൊടുക്കുക. മക്കളെ, നിങ്ങൾ സ്വർഗരാജ്യം വസിക്കുന്നു എങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിൽ തന്നെ നിൽപ്പാൻ ഞാൻ ശ്രമിച്ചു കൊള്ളുക എന്ന് ഇതിൻ്റെ അകത്ത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടാതെ, അതുകൊണ്ട് ദൈവരാജ്യം, നീതിയും ദൈവരാജ്യം നിങ്ങൾ അന്വേഷിക്കുകയും ചെയ്താൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. മുമ്പേ അവൻ്റെ നീതിയും രാജ്യം അന്വേഷിപ്പിൻ, നിങ്ങൾക്ക് സകലതും അതിൻ്റെ പിമ്പിൽ തമ്പുരാൻ തൻ്റെ മഹത്വത്തോടുകൂടി നമുക്ക് വേണ്ടുന്നത് കരുതലൊക്കെ നൽകിത്തരുമെന്ന് നാം വിശ്വസിക്കുക. ആത്മീയ മേഖലകളിൽ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിത്തരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.